ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റു. മോന് സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ മാത്രമാണ് 5 മണിക്ക് എഴുന്നേൽക്കാറുള്ളത്. എഴുന്നേറ്റിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം കറി ഉണ്ടാക്കാൻ വന്നു. ആദ്യം പലഹാരത്തിനുള്ള കറിയാണ് ഉണ്ടാക്കിയത്. ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ വെച്ച് അടച്ച് അടുപ്പത്ത് വേകാൻ വെച്ചു. അതിന് ശേഷം ഞാനൊരു ചായ ഇട്ടു. ചായ ഇട്ട് കഴിഞ്ഞ് പിന്നെ ചോറിനുള്ള കറികളുണ്ടാക്കി. ചോറിന് ഇന്ന് ഉടച്ചുകറിയാണ് ഉണ്ടാക്കിയത്. ഉടച്ചുകറി എന്ന് പറയുമ്പോൾ മത്തങ്ങ, പിന്നെ പച്ചക്ക, വൻപയറൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഒരു ബീട്രൂട്ട് തോരനും ഉണ്ടാക്കി. അപ്പോൾ ഉടച്ചുകറി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് കഷ്ണങ്ങൾ വേകാൻ വെച്ചു. അതിനുശേഷം അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി. അത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അരപ്പ് റെഡിയാക്കി. അരപ്പെല്ലാം വെന്ത കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചൊഴിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ദോശ ചുട്ടു വെച്ചു. ദോശ വേണമെന്നുള്ളവർക്ക് ദോശ, ഇഡ്ഡലി വേണമെന്നുള്ളവർക്ക് ഇഡ്ഡലി, അങ്ങനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ ചായ കുടിച്ചപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. മഴയും തണുപ്പൊക്കെ ഉള്ളൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന്. പിന്നെ മോനെ വിളിച്ചുണർത്തി. അവനിന്ന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ ഉണർത്തിക്കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അതായത് വീടിൻ്റെ തൊട്ട് താഴെയാണ് സ്കൂൾ ബസ് വരുന്നത്. അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഞാനിന്ന് ഇഡ്ഡലിയാണ് എടുത്തത്. അപ്പോൾ ടി വിയൊക്കെ കണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ